ഹലോ ഗൈസ്. ഹായ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വൈകുന്നേരം ഇങ്ങനെ പാടത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാ പാറുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, ഉണ്ണിമോളുണ്ട്. അപ്പോൾ നല്ല രസമുള്ള കാറ്റും കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാ പാടത്ത് ഓടിക്കളിക്കാൻ 3 പേര്. ഉണ്ണിക്കുട്ടൻ എൻ്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നല്ല രസമുള്ള സമയമാണ്. സന്ധ്യാസമയത്ത് ഇങ്ങനെ നടക്കാൻ വരുമ്പോൾ മനസ്സിനൊരു റിലാക്സാണ്, പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. അപ്പോൾ ഗൈസ്, മുമ്പ് നമ്മളിവിടെ വരുമ്പോൾ പാടത്തൊക്കെ കതിര് വിളഞ്ഞു നിന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പാടമൊക്കെ കൊയ്തു കിട്ടാം. എല്ലാ പാടവും കൊയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുകയാണ്. എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ. എന്താ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും പാറുമൊക്കെ പാടത്ത് ഓടിക്കളിക്കാൻ തുടങ്ങി. ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മഴ പെയ്തുകൊണ്ട് പാടത്തൊക്കെ ഒരു ഈർപ്പം നിൽക്കുന്നുണ്ട്. ഇതാ ഈ തോട്ടിനക്കരെ കുട്ടികൾ കളിക്കുന്നുണ്ട്. നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടില്ലേ, അവരവിടെ ഫുട്ബോളോ കളിക്കുകയാണ്. നല്ല ശുദ്ധവായു കിട്ടാൻ ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ശുദ്ധവായു കിട്ടണമെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ വന്നാൽ മനസ്സിന് വല്ലാത്തൊരു റിലാക്സാണ്. ആ ദൂരെ പുതിയൊരു വീട് പണി നടക്കുന്നുണ്ട്. പണി ഏകദേശം പൂർത്തിയായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ പാടമൊക്കെ കൊയ്ത് കഴിഞ്ഞതിൻ്റെ വൈക്കോല്, പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈക്കോല് കന്ന് കെട്ടി വീട്ടിൽ കൊണ്ടുപോയി വൈക്കോൽ കോനി ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ മെഷീൻ കൊയ്യുന്നതുകൊണ്ട് വൈക്കോല് മെഷീൻ തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ മെഷീൻ കെട്ടിവെച്ച വൈക്കോല് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അതാ ദൂരെ കാണുന്നില്ലേ, ഇതാ കാണുന്നതാണ് മെഷീൻ കെട്ടിവെച്ച വൈക്കോല്. അതെങ്ങനെയാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവരെയും കൂടെ വിളിക്കാം. ഉണ്ണിക്കുട്ടാ വാ. അവരവിടെ പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും ഓടി വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഒരു പട്ടം ഉണ്ടാക്കിയിട്ടേ ഇവിടെ വന്ന് പറപ്പിക്കാല്ലേ. റെഡിയല്ലേ? പാറു വരുമോ? കാശിയും വരാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വൈക്കോലൊന്ന് കണ്ടിട്ട് വരാം. വൈക്കോലില്ല, വൈക്കോലിൻ്റെ മോളിൽ കയറിയാൽ ഒരു ചീത്ത പറയും. അപ്പോൾ വൈക്കോലിൻ്റെ അടുത്തേക്ക് അവർ ഓടുകയാണ്. പട്ടം ഉണ്ടാക്കിയിട്ട് വന്നാലേ പറപ്പിക്കാൻ നല്ല രസമായിരിക്കും. കാരണം നല്ല കാറ്റാണ്. എന്ത് രസമല്ലേ. അതാ കാണുന്നില്ലേ മലനിരകൾ. അപ്പം നമ്മൾ ഏകദേശം വൈക്കോൽ കുനിയുടെ അടുത്തെത്താറായി. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളൊക്കെ അതിന് മേലെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തുനിന്ന് മെഷീൻ കെട്ടിവെച്ച് വൈക്കോല് നല്ല വൃത്തിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? അതിൽ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും പാറൊക്കെ ഇരുന്നൊരു പോസ് കൊടുക്കുകയാണ്. പണ്ട് കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വൈക്കോൽക്കുനിയിൽ കളിച്ചിട്ട് വൈകുന്നേരം ചൊറിഞ്ഞ് വീട്ടിൽ നിന്ന് അടി കിട്ടിയ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത്. വൈക്കോലിൽ നല്ല ചൊറിച്ചിലാണ്. ഇതാ എത്ര ഭംഗിയായിട്ടാണ് അവർ വൈക്കോല് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് മെഷീൻ കെട്ടുന്നതാണ് കേട്ടോ. മെഷീനത് റൗണ്ടിൽ കെട്ടി ഇതിലൊരു പ്രത്യേകതരം നൂല്, ഈ നൂല് കൊണ്ടാണ്, നല്ല ബലമുള്ള നൂലാണ്. ഇത് ആ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ മെഷീൻ റൗണ്ട് ചെയ്യുമ്പോൾ ഈ നൂല് വെച്ചിട്ടാണ് വൈക്കോലിങ്ങനെ കെട്ടിയെടുക്കുന്നത്. മുമ്പ് വൈക്കോല് കൂട്ടി തലച്ചുമടായ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പശുവൊക്കെ ഉള്ള വീട്ടിൽ വൈക്കോൽ കൂനയാക്കി വയ്ക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ സൗകര്യമായി ഇങ്ങനെ കെട്ടിയതുകൊണ്ട് ഇത് നേരെ ട്രാക്ടറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. പാടമൊക്കെ കൊയ്തപ്പോൾ പ്രത്യേക രസമുണ്ട് കാണാൻ. ഇതുപോലെ കൊയ്ത പാടങ്ങളിലാണ് നെന്മാറയിലും കാവശ്ശേരിയിലൊക്കെ വെടിക്കെട്ട് നടത്തുന്നത്. ഒരു പശു അത് മേഞ്ഞ്
അതിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ വൈക്കോല് എന്തിനാ ഉപയോഗിക്കാന്നറിയോ ഉണ്ണിക്കുട്ടാ? ഉണ്ണിമോളെ, ഈ വൈക്കോല് എന്തിനാ ഉപയോഗിക്കാന്നറിയോ? നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പർ അതൊക്കെ ഉണ്ടാക്കുന്നത് വൈക്കോല് കൊണ്ടാണ്. മനസ്സിലായോ? ഈ വൈക്കോല് പശുവിന് കൊടുക്കാൻ മാത്രമല്ല, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പറൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? വൈക്കോല് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിൽ കയറി കളിക്കണ്ട, ചൊറിയും. അപ്പോൾ ആ പശുക്കുട്ടി നേരെ എൻ്റെ വീട്ടിലേക്ക് മേഞ്ഞു കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇവരാണെങ്കിൽ വൈക്കോലിന് ചുറ്റും ഓടിക്കളിക്കുകയാണ്. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും പാറയും കൂടെ വൈക്കോലിന് ചുറ്റും ഓടിക്കളിക്കുന്ന കാഴ്ചയാണ്. കളിച്ച് ക്ഷീണിച്ചാ? അപ്പൊ അങ്ങനെ ഓടിക്കളിച്ച് ഉണ്ണിക്കുട്ടൻ ഉണ്ണിമോള് പാറൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ച് ബോട്ടിൽ അവിടെ വെച്ചു. ഇനി കളിക്കണ്ട. ഓടിക്കളിച്ചിട്ട് വെറുതെ ഇനി വീഴാൻ നിൽക്കണ്ട. തോട്ടിൽ പോവാ. അതിന് മുമ്പ് ഒരു 3 കൂടെ ഒരു പാട്ട് പാടും. ഈ കാണുന്ന പുല്ല് വളർന്നതിൻ്റെ ഇടയിൽ തോടാണ് കേട്ടോ. തോടിപ്പോൾ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. മുമ്പ് തൊഴിലുറപ്പ് പണിക്കാർ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനകത്ത് ചിറ കെട്ടിയിട്ടുണ്ടാവും. ചിറ കെട്ടി തേയിക്കഴിഞ്ഞാൽ നല്ല വലിയ മീൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിനി ഏകദേശം സമയം ഇരുട്ടാവാറായി. ആകാശത്തിന് എന്ത് ഭംഗിയാണല്ലേ. വൈകുന്നേരം കൊറ്റികളൊക്കെ തീറ്റ തേടി കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ വൈക്കോലിൻ്റെ മുകളിൽ ഇരിക്കുന്ന 3 പേരും കൂടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലരാതി കരിമിഴിയുടെ കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണൊന്നു ഉടക്കി ചിരിക്കല്ല പെണ്ണെ കല്യാണി നിന്റെ ഭാരത പുള്ളി എന്നെ നീ കുടിക്കില്ല കണ്ണില് നിറങ്ങട്ട് കയ്യില് വള കണ്ട് കാലില് കൊലുസിട്ട് എന്നെ നീ കുടിക്കി അരിയിലെ ഇറങ്ങണ മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്ക് എന്റെ മോഹങ്ങൾ അടപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല നീയൊരു തീ നോട്ടത്തിൽ നമ്മക്കൊണ്ട് ചങ്കത്ത് പടയ്ക്കണ നോക്കല നീയൊരു തീ. അപ്പോൾ എന്തായാലും പാട്ട് കലക്കി 3 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വൈക്കോലിൻ്റെ മേലെ കയറിയപ്പോഴാണ് അവർക്ക് പാട്ട് വന്നത്. ഇനി വൈകുന്നേരം എന്തായാലും ചൊറിയുമ്പോൾ വേറെ പാട്ട് വരും. ഇപ്പം തന്നെ ദേഹമൊക്കെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? തോട്ടിൽ ഇപ്പോൾ വെള്ളം ഇരുട്ടാവാറായില്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇതാ സംഭവം ഇരുട്ടാവാറായിട്ടുണ്ട്. ഇനിയും വൈകിയാൽ എന്നാൽ ശരി വരും, തോട്ടിലേക്ക് പോകാം. അപ്പം അങ്ങനെ ഇവർ പറഞ്ഞ പ്രകാരം നമുക്ക് തോട് വരെ ഒന്ന് പോയിട്ട് വരാം. കുപ്പി എടുക്കുക, കുപ്പി. ഇങ്ങനെ വൈകുന്നേരം വരുമ്പോൾ പിള്ളേർക്കും ഒരു സന്തോഷം, മനസ്സിന് നമ്മൾക്കൊരു റിലാക്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ നമുക്ക് തോട്ടിലേക്ക് പോകാം. തോട് ആ തെങ്ങ് കാണുന്നതിൻ്റെ കുറച്ചപ്പുറത്താണ്. മുമ്പ് ഇനി പാടമൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഇനി അടുത്തൊരു ഒഴിവ് ദിവസം കിട്ടുമ്പോൾ വൈകുന്നേരം പട്ടം ഉണ്ടാക്കിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പറപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി നേരെ തോട്ടിലേക്ക്. അങ്ങനെ തോട്ടിലെത്തി നോക്കിയപ്പോൾ
ഞങ്ങൾക്ക് നിരാശരാകേണ്ടി വന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ പാടത്ത് വന്ന് ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ഇവിടെ കളിച്ചതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതാ വെറും മണൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ചെറിയ ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ ആരൊക്കെയോ മീൻ പിടിച്ചതുപോലെ തോന്നുന്നുണ്ട്. ഈ വെള്ളം ഇന്നലെ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളമാണ്. അല്ലെങ്കിൽ ഇതാ ഡ്രൈ ആയി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പം ഗൈസ് ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. നേരം ഇരുട്ടാവാറായി. നിമ്മളെ വാ 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 ഉണ്ണിക്കുട്ട വാ. നമുക്കിനി അടുത്ത ദിവസം വരാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ തെട്ടിൽ നിന്നിട്ടാണ് ഉണ്ണിമോൾ ഇവിടെ കയ്യും കാലും ഒക്കെ കഴുകി ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ വെള്ളത്തിൽ കളിച്ചത്. വെള്ളമൊക്കെ വറ്റിയിട്ടതാ തോടിൻ്റെ അവസ്ഥ ഇതാണ് അല്ലല്ലേ. അപ്പോൾ ഈ കാണുന്ന അവസ്ഥയായിരിക്കില്ല മഴക്കാലത്ത്. ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്ന ഒരു കാഴ്ച അന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം നടന്ന് ക്ഷീണിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി തോട്ട് പാടത്തിലിരിക്കുകയാണ്. ഇവിടെ ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ അരയ്ക്കോ ചിറ കെട്ടിയിട്ട് മീൻ പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പുറത്ത് കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട്. നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ പാടം, വലതുവശം മലനിരകൾ, തോട്ടിലെ പച്ചപ്പ്. സത്യത്തിൽ മനസ്സൊന്ന് ശാന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നാലേ സത്യത്തിൽ വളരെ റിലാക്സ് ആവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ നടത്തം മതിയാക്കി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഉണ്ണിക്കുട്ട ഉണ്ണിമോളെ പാറു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ പാടത്തേക്കുള്ള യാത്ര? അടിപൊളിയായിരുന്ന മൂന്നാളെ എൻജോയ് ചെയ്താ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അവർ കേട്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി വീണ്ടും ഞങ്ങളൊരു പട്ടം ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇപ്പോൾ പട്ടം പറത്താൻ പറ്റിയ കാലാവസ്ഥയാണ്. പാടങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ പോവാണ്. ബൈ.